ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒഴിഞ്ഞ ആർക്ലിക് പെയിൻറ്റിൻ്റെയോ വേറെ എന്തിൻ്റെങ്കിലും ബോട്ടിലുണ്ടാവും എങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കോട്ട് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതൊരു 2-3 കോട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഡ്രൈ ആവാനായിട്ട് വയ്ക്കുക. ഇത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലാൻ ഹോൾഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാൻ ഹോൾഡർ നമുക്ക് കിട്ടും. ഇത് ചെയ്യുമ്പോൾ പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ഓരോ ബേസ് കോട്ട് അടിച്ചതിന് ശേഷം ഉണങ്ങാനായിട്ട് വയ്ക്കുക. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുത്ത് ഓരോന്നായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിൽ കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫേസിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. എനിക്കിഷ്ടമുള്ള ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വായു ഭാഗത്ത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ത്രെഡാണോയെന്ന് വെച്ചാൽ അതെടുക്കാം. ചിലരുടെ കയ്യിൽ ഈ ചണത്തിൻ്റെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ചാക്കിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. ചുറ്റി കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ വേറെ പ്ലാന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് എടുത്ത് വെച്ചിട്ട് ഞാനതൊന്ന് വച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.